ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതുമായ നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, എങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ പഴംപൊരി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പഴംപൊരി വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ അരിപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ് കേട്ടോ. നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അത് മതിയാകും. എന്നിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ചൂടുവെള്ളം 1.5 മുതൽ 1.25 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വിരളൊക്കെ ഇട്ട് നോക്കുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂട് മതി കേട്ടോ, ഒരുപാട് ചൂട് വേണ്ട. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാലൻസ് ഒഴിച്ചു കൊടുക്കാം. 1.5 മുതൽ 1.25 കപ്പ് വരെ മതിയാകും കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ചേർത്ത കാരണം മഞ്ഞപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് പഴംപൊരി റെഡ് കളർ പോലെ ആവും. നിങ്ങൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്തോളൂ. ഞാനിപ്പോൾ എന്തായാലും സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. 2 ഡ്രോപ്സ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതലൊന്നും ചേർക്കുന്നില്ല കേട്ടോ, 2 ഡ്രോപ്സ് തന്നെ ചേർക്കുന്നോളൂ. ഇത് തികച്ച് ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയിലേക്ക് നമ്മളിങ്ങനെ മാവ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. വെള്ളം കറക്റ്റ് ആയിരിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പഴംപൊരിയിലേക്ക് കറക്റ്റായിട്ട് ആ മാവ് ഇങ്ങനെ പിടിച്ചിരിക്കത്തില്ല, അപ്പോൾ ഒലിച്ചിറങ്ങിപ്പോവും. വെള്ളത്തിൻ്റെ അളവ് കുറയുവാണെങ്കിൽ നമ്മളിങ്ങനെ പഴം മുക്കിയെടുക്കുമ്പോഴത്തേക്കും മാവ് ഇങ്ങനെ ഒരുപാട് കോട്ടിങ് ആവും. അപ്പോൾ അത്ര അത് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും. ഇതൊന്ന് അടച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഏത്തപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 4 ഏത്തപ്പഴമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതലും. ഏത്തപ്പഴം എടുത്തിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നുകിൽ 3ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ കട്ടിയുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതെല്ലാം ഇത്രയും നീളം വേണ്ടെന്നുണ്ടെങ്കിൽ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നടുക്കൂടെ കട്ട് ചെയ്യുന്നില്ല, അതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ 4 ഏത്തപ്പഴവും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴംപൊരി വറുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പഴം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ടിട്ട് കൊടുക്കാം. ഒരെണ്ണം ഇങ്ങനെ എടുത്ത് മാവിലേക്ക് നന്നായിട്ട് മുക്കിയതിന് ശേഷം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറങ്ങ് ആവുകയും ചെയ്യും, മാവ് അധികം കുക്കാവത്തുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴംപൊരി നിറച്ച് എണ്ണ പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആവുന്നിടം വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയിരിക്കുന്നുണ്ടോ. നമ്മൾ ആ സോഡാപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് നല്ല പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വെളിയിൽ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം പഴംപൊരിയിൽ ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. സെയിം രീതിയിൽ തന്നെ ബാലൻസും കൂടി ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ, നമ്മളിങ്ങനെ ഈ പഴം ഇങ്ങനെ എടുത്തിട്ട് മാവിൽ മുക്കിയെടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മളിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ആ മാവ് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ നാക്കിയിട്ട് അങ്ങ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറ്റ് വീണുകൊണ്ടേ ഇരിക്കത്തില്ല. ബാക്കിയും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം. നമ്മൾ പഴംപൊരി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വന്ന മാവാണിത്. അപ്പോൾ ഇത്തിരി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഓരോ സ്പൂണായിട്ട് കോരി ഇങ്ങനെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ നെയ്യപ്പൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. നല്ല ടേസ്റ്റാണിത്. അപ്പം തിരിച്ചു മറിച്ചിട്ട് നല്ല മുരിച്ചെടുക്കുകയാണ്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇതിന്. ഇതും നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി എടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്തത് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കിടന്ന് ഇതങ്ങ് ക്രിസ്പി ആവും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രിസ്പി ആവത്തുമില്ല. അപ്പം നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അങ്ങനെ നമ്മളുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ നല്ല ടേസ്റ്റാണ്. ഈ ലാസ്റ്റ് വന്ന മാവ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നെയ്യപ്പം പോലെ നല്ല പൊങ്ങിയിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണിതും. ഞാനിപ്പോഴായാലും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബാലൻസ് മാവ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതും. നമ്മുടെ പഴംപൊരിയും അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പ്ലീസ് നിങ്ങൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മടിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലും കമന്റ് ചെയ്താലും മാത്രമേ യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ നമ്മളെ വീഡിയോ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പ്ലീസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലവ് സിമ്പലോ ഒരു തമ്പിന്റെ സിമ്പലോ എന്തെങ്കിലും തന്നാൽ മതി കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.